ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ കവികൾ വാഴ്ത്തിപ്പാടി കാവ്യസൗന്ദര്യം പോലെ തന്നെ ശ്രേഷ്ഠമായ ഔഷധ ഗുണമുള്ള ഒരു ഔഷധ സസ്യത്തെക്കുറിച്ചാണ്. നാട്ടിൻപുറങ്ങളിലും വീടിന്റെ പരിസരങ്ങളിലും സുലഭമായി കണ്ടുവന്നിരുന്ന ശംഖുപുഷ്പം ഇന്ന് നാശോന്മുഖമായിക്കൊണ്ടിരിക്കുകയാണ്. ആയുർവേദത്തിൽ പല രോഗങ്ങൾക്കുള്ള മരുന്നായി ഈ ശംഖുപുഷ്പം ഉപയോഗിക്കുന്നു. ഇന്തോനേഷ്യയിലും മലേഷ്യയിലുമാണ് ഇവയുടെ ഉത്ഭവം എന്നാണ് വിശ്വസിക്കുന്നത്. വള്ളിച്ചെടിയായി വളരുന്ന ശംഖുപുഷ്പം നീല, വെള്ള എന്നീ രണ്ടിനമാണുള്ളത്. വെള്ള നിറത്തിലുള്ള പൂക്കൾക്കാണ് ഔഷധ പ്രാധാന്യം കൂടുതൽ. ഇനി ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇതിന്റെ വേര് പച്ചക്കരച്ച് 3 ഗ്രാം നെയ്യിലോ വെണ്ണയിലോ ദിവസവും രാവിലെ സേവിക്കുന്നത് ബുദ്ധിശക്തിക്കും ധാരണാശക്തിക്കും നല്ലതാണ്. കൂടാതെ ഇതിന്റെ വേരിന് മൂർഖൻ പാമ്പന്റെ വിഷം നിർവീര്യമാക്കാനുള്ള ശക്തിയുമുണ്ടെന്ന് പറയുന്നു. ഈ നീല ശംഖുപുഷ്പത്തിന്റെ ചെടി കഷായം വെച്ച് കുടിച്ചാൽ ഉന്മാദം, ശ്വാസകോശ രോഗങ്ങൾ, ഉറക്കമില്ലായ്മ എന്നിവ കുറയ്ക്കുന്നതാണ്. ഇതിന്റെ വേര് പശുവിൻ പാലിൽ അരച്ച് കലക്കി വയറിളക്കാൻ ഉപയോഗിക്കാറുണ്ട്. കൂടാതെ തൊണ്ടവീക്കം ഇല്ലാതാക്കാനും പനി കുറയ്ക്കാനും ശരീരബലം ഉണ്ടാക്കാനും മാനസിക രോഗ ചികിത്സയ്ക്കും സ്ത്രീകൾക്കുണ്ടാവുന്ന ലൈംഗിക അസുഖങ്ങൾക്കും ഇതിന്റെ പൂവ് ഇതുപോലെ തിളപ്പിച്ച് ഹെൽത്ത് ഡ്രിങ്കായും കഴിക്കാറുണ്ട്. ശംഖുപുഷ്പം എടുക്കുമ്പോൾ അതിന്റെ അടിഭാഗത്തുള്ള ഞെട്ട് കളഞ്ഞ് ഇതളുകളായി മാത്രം എടുക്കുക. പഞ്ചസാര ചേർക്കാതെ കഴിക്കുന്നതാണ് നല്ലത്. ന്യൂറോ ട്രാൻസ്മിറ്ററായ അസറ്റൈൽ കൊളൈന്റെ അളവ് വർദ്ധിപ്പിച്ച് ഓർമ്മശക്തിയെയും തലച്ചോറിന്റെ പ്രവർത്തനവും ഇത് മെച്ചപ്പെടുത്തുന്നു. കൂടാതെ ഗ്ലൂക്കോസിന്റെ ആഗിരണത്തെ നിയന്ത്രിച്ച് ടൈപ്പ് 2 പ്രമേഹം നിയന്ത്രിക്കാൻ ഉപകരിക്കുമെന്നും അർബുദ സാധ്യത കുറയ്ക്കുമെന്നും ചില പഠനങ്ങളിൽ പറയുന്നു. ശംഖുപുഷ്പത്തിന്റെ 1 ഗ്രാം വീതം ദിവസം 3 നേരം തേനിൽ കഴിച്ചാൽ ഗർഭാശയത്തിൽ നിന്നുള്ള രക്തസ്രാവം ശമിക്കും. ഇതിന്റെ ഇല കഷായം വെച്ച് വ്രണങ്ങൾ കഴുകാൻ ഉപയോഗിക്കാം. ഈ സസ്യത്തിന്റെ വേരും പൂവുമാണ് ഔഷധത്തിനായി ഉപയോഗിക്കുന്നത്. ശംഖുപുഷ്പം ജൈവാംശമുള്ള ഏത് മണ്ണിലും നന്നായി വളരും. ശംഖുപുഷ്പത്തിന്റെ വേരുകളിൽ ജീവിക്കുന്ന സൂക്ഷ്മജീവികൾക്ക് മണ്ണിലെ നൈട്രജന്റെ തോതും അതുവഴി ഫലപുഷ്ടതയും വർദ്ധിപ്പിക്കാൻ കഴിയും. അതിനാൽ വളരെയധികം പാരിസ്ഥിതിക പ്രാധാന്യം കൂടുതലുള്ള സസ്യമാണിത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.